മലയാള സിനിമയിലെ മഹാരഥർ പലവട്ടം എടുത്തു പെരുമാറിയ വേഷമായിട്ടും ഇങ്ങനെ ഒരുവനെ നാം മുമ്പ് കണ്ടിട്ടില്ല. ചുറ്റുമുള്ളവരെ സമ്മർദ്ദ പെരുക്കത്തിലേക്ക് എടുത്തെറിഞ്ഞ ശേഷം കണ്ണുകളാൽ ചിരിക്കുന്ന കള്ളൻ. ഒന്നും പറയാതെ ഒരു കടലോളം കാര്യങ്ങൾ കണ്ണുകളിലൂടെ പറഞ്ഞ കള്ളൻ. ഉൾവ്യഥയും അമർഷവും സംഘർഷവും പരിഹാസവും ഒക്കെ ഞൊടിയിടയിൽ മാറി മറിയുന്ന ഇന്ദ്രജാലം. മാനരസങ്ങളെ മറികടന്ന ശരീരഭാഷയിലൂടെ അത് സാധ്യമാക്കിയപ്പോൾ പിറന്നത് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും സൂക്ഷ്മ സങ്കീർണതയുള്ള ഒരു കഥാപാത്രം. മറുവശത്ത് മരണം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വിവരം സ്വപ്നത്തിൽ പോലും മകളറിഞ്ഞ് ദുഃഖിക്കാനിടവരരുത് എന്ന് ആശിക്കുന്ന ഒരു അച്ഛനും സുഷമമല്ലാതെ തെറ്റിദ്ധരിച്ചു പോയ അമ്മ എന്ന മഹാസ്നേഹ പ്രവാഹവും. ഒരുപാട് പുതുമുഖങ്ങളെ താരങ്ങളാക്കിയ ആളാണ് ഫാസിൽ. പക്ഷെ സ്വന്തം മകനെ താങ്കൾക്കൊരു താരമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതൊരു കേവലം ഭാഗ്യദോഷമായിട്ടാണ് താങ്കൾ കാണുന്നത് ആ സിനിമയുടെ പരാജയം. താങ്കളുടെ സിനിമയിലൂടെ തന്നെ ആയിരിക്കുമോ മകന്റെ തിരിച്ചുവരവ്? ഞാൻ തോൽവിന്നല്ലേ തുടങ്ങുന്നു. ഞാനങ്ങനെ തളർന്നിട്ടില്ല. പ്രണവ് മോഹൻ സാറിനെയാണോ അതോ ദുൽഖർ സൽമാൻ സാറിനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? രണ്ടുപേരെ ഇഷ്ടമാണ് എനിക്ക്, പക്ഷെ കൂടുതൽ ഫഹദ് ഫാസിലിനെയാണ്. ജിംസിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? ക്യാമറ ഓൺ ആകുമ്പോഴത്തേക്കും ഐ തിങ്ക് ഹി ജസ്റ്റ് വേറൊരാളായിട്ട് മാറും. ഫഹദ് ഫാസിലിനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. അപ്പോൾ ഫഹദ് എന്ന് പറയുന്ന നടൻ ഏത് കഥാപാത്രങ്ങളും യോജിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഫഹദിന്റെ അപ്പിയറൻസിന് അപ്പുറത്തേക്ക് മാറാൻ പറ്റുന്ന ഒരാളാണ്.